ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായല്ലേ ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഈദ് വ്ളോഗിന് ശേഷം പിന്നെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, മടി തന്നെയാണ്. അപ്പോൾ ഇന്നെന്തായാലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. കാര്യമായിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറയാം. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നൊരു വ്ളോഗ്, ഒരു ചെറിയ വീഡിയോ. അപ്പോൾ എനിക്കറിയാം കുറേ നാളത്തെ ഡിലേ കാരണം നിങ്ങളെല്ലാവരും എന്നെ മറന്നിട്ടുണ്ടാവുന്നു. അപ്പോൾ എന്നാലും എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് എന്തായാലും കുറേ വീഡിയോസ് വരാനുണ്ട് ഇൻഷാ അല്ലാ. കുറേ നല്ല നല്ല വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. കൺസിസ്റ്റൻസിയാണ് നമുക്കില്ലാത്തത്, നമുക്ക് ശരിയാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ വീഡിയോ എന്തായാലും കണ്ടിട്ട് നിങ്ങൾ കമൻസിൽ പറയുക, ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണോ അല്ലെങ്കിൽ ബോറിംഗ് ആണോ. എനിക്ക് സാധാരണ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനൊന്ന് ഷൂട്ട് ചെയ്താലോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരാം. അപ്പം എൻജോയ് ദ വ്ളോഗ്.
it's done. Wow, looks so pretty. കുറച്ച് ലേറ്റായി പോയി ഗൈസ്, ബിഹൈൻഡ് ദ സീൻസ്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്നുള്ളത്. അത് നീട്ടി ഇപ്പോൾ കൊല്ലം പകുതിയായി. കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിലും ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാനത് ഇന്ന് ഉണ്ടാക്കി. ഞാൻ വേറൊരു വീഡിയോ എടുക്കുന്നുണ്ട് ആ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനും. ഇൻസ്റ്റഗ്രാം റീല് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡ്രസ്സ് ഔട്ട്ഫിറ്റിൽ ചേഞ്ച് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. ആ ഉണ്ടാക്കുന്ന ടൈം തന്നെ നല്ല എന്താ പറയുക, തെറപ്യൂട്ടിക് ആയിട്ട് മൈൻഡിൽ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട്. ഒന്നുമില്ല, എനിക്ക് ഒരു പൂതി അത് ഉണ്ടാക്കണത്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. കൊല്ലം പകുതിയായിട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വാനിറ്റി ക്ലീൻ ചെയ്യാനുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത്. പിന്നെന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബുക്ക്സ് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ലിറ്റിൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ റിവ്യൂസ് ഞാൻ കണ്ടിട്ടുള്ള, കുറേ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു ബുക്കാണ് അത്. ഹാർട്ട് ബ്രേക്കിംഗ് ബുക്ക് എന്നാണ് അറിഞ്ഞത്. പിന്നെ ഹാർട്ട് ബ്രേക്കിംഗ് ബുക്ക് നമുക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അതിങ്ങനെ വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങുമ്പം തന്നെ നല്ല അടിപൊളിയാണ്, നല്ല ബുക്കാണ്. 4 ഫ്രണ്ട്സിൻ്റെ സ്റ്റോറിയാണത്. അതിലോരോ ആളെയും കഥയാണ് അതിലുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ആളെ സ്റ്റോറി ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങൊക്കെ കുറച്ച് എനിക്കൊരു ലാഗ് പോലെ തോന്നി. പക്ഷേ ഇപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല വലിയ ബുക്കാണ്. എനിക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ. നല്ല വലിയ ബുക്കാണ്. ഒരു 700 സംതിങ് പേജസ് ഉണ്ട്. പക്ഷേങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല രസമുണ്ട് വായിച്ചിരിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വിഷൻ ബോർഡ് കാര്യങ്ങളും ഈ വാനിറ്റി ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഒരു ഐസ്ഡ് കോഫിയൊക്കെ ഉണ്ടാക്കി ബുക്കും എടുത്തിരുന്ന് കുറേ സമയം വായിച്ച്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അങ്ങനെ മെയിനായിട്ട് വലിയ കലാപരിപാടികളൊന്നുമില്ല. എനിക്ക് ടൈം കിട്ടിയ എൻ്റെ ഒരു മോർണിംഗ് കുറച്ച് പ്രൊഡക്റ്റീവാക്കി, അത്രയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എന്തായാലും ചെയ്യാം. നെക്സ്റ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം അതുവരെ ടേക്ക് കെയർ, ബൈ.